ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ട് പ്രയാഗ്രാജിലേക്ക് പോകുന്ന ട്രാവൽ വ്ളോഗിന്റെ സെക്കൻഡ് പാർട്ടാട്ടോ ഇത്. നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഇതാ ഞാനിത് അവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലേ പോയി കണ്ടുനോക്ക്. അപ്പം നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ടേക്ക് കിടക്കാം. ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ റീക്യാപ്പ് തരാം. അപ്പം ഞങ്ങൾ ഇപ്പോൾ ഉള്ള വാരാണസിയിലാണ്. ഞങ്ങൾ ഓട്ടോറിക്ഷ പിടിച്ചിട്ട് പ്രയാഗ്രാജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ പിടിക്കാൻ വേണ്ടിയിട്ട് വാരാണസി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ അവിടെ എത്തി. ട്രെയിൻ ഇത്തിരി ഡിലേ ആയതുകൊണ്ട് അതിൽ കൂടെ ഒക്കെ കറങ്ങി നടന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ട്രെയിൻ എത്തി. ട്രെയിനിലാണെങ്കിൽ അധികം തിരക്കൊന്നും ഇല്ല, അതുകൊണ്ട് വിൻഡോ സീറ്റ് ഒക്കെ കിട്ടി. എന്നിട്ട് വിൻഡോ സീറ്റിലൂടെ ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ കാണിച്ചു തന്നിരുന്നു. ഫോർ എക്സാമ്പിൾ, വേൾഡ്സ് ഫസ്റ്റ് ഫ്ലോട്ടിംഗ് CNG സ്റ്റേഷൻ ഇത്. അങ്ങനെ ഞങ്ങൾ പ്രയാഗ്രാജിലെത്തി. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ത്രിവേണി സംഘം കാണാൻ വേണ്ടി വിട്ടു. ഇതുവരെയായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നടന്നത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ബ്രിഡ്ജ് കൂടെ പോകുന്ന കാണിച്ചിരുന്നു. ആ ബ്രിഡ്ജ് ഏതാ ബ്രിഡ്ജ് എന്നറിയോ? ഇതാണ് ശ്യാമപ്രസാദ് മുഖർജി ബ്രിഡ്ജ്, ഓൾസോ നോൺ ആസ് ന്യൂ യമുന ബ്രിഡ്ജ്. ഇനി ഈ ബ്രിഡ്ജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 4 വർഷം എടുത്തിട്ട് ഉണ്ടാക്കിയ ബ്രിഡ്ജ് ആട്ടോ. ആൻഡ് അത്യാവശ്യം നല്ല വലിയ കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് ആട്ടോ. അത് ഞാൻ വലുത് എന്ന് വെറുതെ പറഞ്ഞതല്ല കേട്ടോ. 6 ലെയിനുള്ള ബ്രിഡ്ജാണിത്. മാത്രമല്ല 1.5 കിലോമീറ്റേഴ്സ് ലെങ്ത്തും ഉണ്ട്. പിന്നെ പേര് പോലെ തന്നെ പ്രയാഗ്രാജിലൂടെ ഒഴുകുന്ന യമുനേനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിന്റെ ഒരു സൈഡ് പുതുതായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റിയും മറ്റേ സൈഡ് പഴയ സിറ്റിയും ആണ്. അപ്പൊ ഈ ബ്രിഡ്ജ് ആ പുതിയ സിറ്റിനെയും പഴയ സിറ്റിനെയും കണക്ട് ചെയ്യുന്നതാണ്. അവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും അലിഗഡ് സംഗമിലേക്കും പിന്നെ ഓൾഡ് യമുന ബ്രിഡ്ജിലേക്കുള്ള ബോർഡ് കാണാം. ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ജംഗ്ഷൻ എത്തും. ആ ജംഗ്ഷന്റെ സെന്ററില് പല പല സ്റ്റേറ്റ്സിന്റെ ഡാൻസ് ഫോംസിന്റെ സ്റ്റാച്യു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഥകളിയൊക്കെ ഉണ്ട്, കണ്ടോ? പക്ഷേ കഥകളിന്റെ കോസ്റ്റ്യൂം താഴോട്ടേക്ക് അങ്ങനെയാണോ? ഇത് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 2 കൈയില് പ്ലേറ്റ് പോലെ എന്തോ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഈ ഡാൻസ് ഫോംസ് ഒക്കെ ഉള്ളത്. അപ്പൊ ഫുൾ ഒരു യൂട്ടേൺ എടുത്തിട്ടാണ് നമ്മൾ പോണ്ട സ്ഥലത്തേക്ക് പോയിക്കൊണ്ട് നിൽക്കുന്നത്. അവിടെ എത്തുമ്പോഴത്തേക്കും കണ്ടോ ഇങ്ങനെ ഒരു ചന്ത പോലെയുള്ള ഒരു സെറ്റപ്പ്, കുറെ ടെന്റ് ഒക്കെ കിട്ടി. എനിക്ക് തോന്നുന്നു ഇവിടെ ഇതിനൊക്കെ വിൽക്കാൻ വെച്ചതാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ആൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ ടെമ്പററി ആയിട്ട് താമസിക്കുന്ന ആൾക്കാരായിരിക്കും. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഈ പ്രദേശത്ത് കുറെ അമ്പലങ്ങളും ഘാട്ടൊക്കെ ഉണ്ട്. ഓരോ വഴിയിലോട്ട് കയറുമ്പോഴും ഇങ്ങനെ ഓരോരോ വലിയ വലിയ ബോർഡുകളിൽ എങ്ങോട്ടേക്കൊക്കെ പോയാൽ എങ്ങോട്ടേക്കൊക്കെ എത്തുമെന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് വരികയാണെങ്കിൽ ദിസ് ക്യാൻ ബി റിയലി ഹെൽപ്ഫുൾ. അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ മുന്നോട്ടൊക്കെ ഫുള്ള് പെർമനന്റ് ആയിട്ടുള്ള ചന്ത പോലത്തെ സെറ്റപ്പ് ആണ്. പിന്നെ ഇവിടെ ഇടക്കിടക്ക് സൈഡിൽ ഇങ്ങനെ ക്യാൻസ് വെക്കുന്നത് കാണാം. ഇത് വാങ്ങിയിട്ട് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ ത്രിവേണി സംഘം എത്തുമല്ലോ, അവിടുത്തെ വെള്ളം നമുക്ക് എടുത്തിട്ട് വരാം. അതിനാണ് ഈ ക്യാൻസ് വെക്കുന്നത്. പിന്നെ സ്ഥിരം നോർത്ത് ഇന്ത്യൻ റോഡിൽ കാണുന്ന പോലെ ഒരു പശു നടു കൂടെ തന്നെ നടക്കുന്നുണ്ട്. പിന്നെ ഇടക്കിടക്ക് പോലീസ് വണ്ടി, ഒരു കൂട്ടം പോലീസുകാരെയും കാണാം. അപ്പൊ നമ്മൾ ഏകദേശം എത്താനായി. ഇപ്പൊ നമ്മൾ റൈറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അലഹബാദ് ഫോർട്ട്. ഇത് യമുനന്റെ ബാങ്കില് 1583 മുഗൾ ബാദ്ഷായിരുന്ന അക്ബർ ഉണ്ടാക്കിയ ഫോർട്ട് ആട്ടോ. ഇപ്പം ഇതിന്റെ പാർഷ്യൽ കൺട്രോള് ഇന്ത്യൻ ആർമിക്കാണ്. അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾക്കും ഒരു പെർട്ടിക്കുലർ ടൈമിൽ എൻട്രി ഉണ്ട്. അപ്പൊ നമുക്ക് സംഗമിൽ പോയി കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കയറ്റെങ്കിൽ നമുക്ക് കയറി കാണാം. ഇതിന്റെ മേലേന്ന് നമുക്ക് കറക്റ്റ് ഇങ്ങനെ 2 റിവറും കൂടി ചേരുന്ന കാണാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. കാണാൻ പറ്റുവേ കാണാം. ഈ ഫോർട്ടിന്റെ വേറെ പേരാണ് പ്രയാഗ്രാജ് ഫോർട്ട്. നമ്മൾ പല ഫോർട്ടിലും കാണുന്ന പോലെ തന്നെ മുന്നിൽ തന്നെ ഒരു വലിയ റാമ്പ് ഉണ്ട്. ഇത് പണ്ട് ശരിക്കും ഓപ്പറേഷണൽ ഫോർട്ട് ആയിരുന്ന സമയത്ത് എക്യുപ്മെന്റ്സും വെപ്പൺസ് ഒക്കെ വേഗം ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റാമ്പ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ നമ്മൾ ഓട്ടോറിക്ഷ ഇവിടെ വരെ ഉള്ളൂ. ഇനി അങ്ങോട്ടേക്ക് നടക്കണം. ഇനി നടക്കാനുള്ള ദൂരമൊന്നുമില്ല. ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യമുന കാണാം. ഇവിടെ നമുക്ക് പല പല സാധനങ്ങൾ വാങ്ങാൻ കിട്ടും. പിന്നെ ഒട്ടകത്തിന് മേലെ കയറണമെങ്കിൽ ഒട്ടകവും ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ജൽ പോലീസിന്റെ ഹെൽപ്പ് സെന്റർ പോലത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ട്. നമുക്ക് ഈ ജൽ പോലീസിന്റെ ചെറിയ ചെറിയ സ്റ്റേഷൻസ് ഈ ഘാട്ട് റീജിയനിൽ കുറെ കാണാൻ പറ്റും. ഈ ടൂറിസ്റ്റ് അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സീസൺ ആവുന്ന സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കാവുമ്പം ഇങ്ങനത്തെ സ്റ്റേഷൻസ് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇത് യമുനയാണ്. ഇനി നമ്മൾ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ കയറിയിട്ട് ആ 3 റിവറും മീറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മൾ ഇതിന്റെ അടുത്തോട്ടേക്ക് പോകുമ്പോഴത്തേക്കും ബോട്ടിലോട്ട് കയറുന്നോ എന്ന് ചോദിച്ചു കുറെ ആൾക്കാർ വരും. അവിടെ നമ്മുടെ മട്ടും ഭാവം വെച്ചിട്ടായിരിക്കും അവർ റേറ്റ് പറയാ. 2 ഇരട്ടി 3 ഇരട്ടി ഒക്കെ അവർ ചോദിച്ചെന്നൊക്കെ ഇരിക്കും. എന്താ വെച്ചാൽ ഇവിടെ ഒരു ഫിക്സ്ഡ് റേറ്റ് എന്ന് പറയാനൊന്നും ഇല്ല. നമ്മുടെ ബാർഗൈനിങ് സ്കിൽസും പിന്നെ നമുക്ക് ഒപ്റ്റിമം എന്ന് തോന്നുന്ന ഒരു പ്രൈസ് ആവുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് കയറുക. ഇനി നമ്മുടെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ടൂർ ഗൈഡിനെ വെക്കാം. നമ്മൾ ടൂർ ഗൈഡിന്റെ കൂടെ അല്ല വന്നെങ്കിൽ ഇവിടെ തന്നെ ടൂർ ഗൈഡ്സ് അവൈലബിൾ ആയിരിക്കും, അവരുടെ കൂടെ പോവാം. അല്ലെങ്കിൽ ഈ ബോട്ട് ഓടിക്കുന്ന ആള് പറയുന്നത് നമുക്ക് കേട്ട് മനസ്സിലാക്കാം. പിന്നെ ഇവിടെ കരയിൽ തന്നെ കുറെ സ്റ്റോളുകളുണ്ട്, പൂജേന്റെ സാധനങ്ങളൊക്കെ വെക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ബോട്ട് കയറി സംഗമിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് മുങ്ങിക്കുളിക്കാം. അപ്പം അവിടെ ചെയ്യേണ്ട പൂജേന്റെ വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാം. പിന്നെ ഈ കാണുന്ന പക്ഷികളില്ലേ, അവരടുത്തോട്ടേക്ക് വിളിക്കാൻ വേണ്ടി
വേണ്ടിയിട്ട് അവർക്ക് വേണ്ട ഫുഡും നമുക്ക് കരയിൽ കിട്ടും. കരയിൽ മാത്രമല്ല ഇങ്ങനെ ബോട്ടുകളിലും അത് വിൽക്കുന്ന കാണാം. കണ്ടോ, ഈ അടുത്ത് കൂടെ പോകുന്ന ബോട്ടിൽ മൊത്തം അതിന് വേണ്ടിയിട്ടുള്ള ഫുഡാണ്. പിന്നെ ഈ കാണുന്ന ആൾക്കാരൊന്നും ഇവിടുത്തുകാരല്ല കേട്ടോ, മൊത്തം ഫോറിനേഴ്സ് ആണ്. ഞാൻ ഈ പക്ഷികളെ കുറിച്ചാട്ടോ പറഞ്ഞത്. ഇവർ സൈബീരിയൻ ഗൾസ് ആണ്. ഇനി ഇവരിവിടെ എങ്ങനെ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് മൈഗ്രേറ്റ് ചെയ്ത് വന്നതാണ്. സൈബീരിയയിൽ കൊടും തണുപ്പാവുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി ഇവിടെ ചൂടായിരിക്കും. അപ്പം അവര് ഇങ്ങോട്ടേക്ക് ആ തണുപ്പ് രക്ഷപ്പെടാൻ വേണ്ടി വന്നതാണ്. ഇതിന് വേറെ പേരാണ് ഹ്യൂഗ്ലിൻസ് ഗൾസ്. ഇതിന്റെ ബ്രീഡിംഗ് ഒക്കെ നടക്കുന്നത് ആർട്ടിക്കിലാണ്. പിന്നെ തണുപ്പാവുമ്പം അത് ഇന്ത്യയിലോട്ടേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇതിന് പ്രയാഗ്രാജിൽ മാത്രമല്ല വലിയ വലിയ വാട്ടർ ബോഡീസിലൊക്കെ നമുക്ക് ഇതിനെ കാണാൻ പറ്റും. പിന്നെ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മിക്കവാറും എല്ലാ സാധനവും തിന്നും. എന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ എന്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ തട്ടിപ്പറിച്ച് പറന്ന് കളയും. പക്ഷെ ഇവിടെയുള്ള സൈബീരിയൻ ഗൾസിന് ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് അത്യാവശ്യം ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് അതിങ്ങനെ തട്ടിപ്പറിക്കില്ല എന്നാണ് ഞങ്ങളുടെ ഒരു നിഗമനം. അങ്ങനെ ഞങ്ങളെ ബോട്ട് യാത്ര തുടങ്ങി. ഞങ്ങൾ ഗംഗയിൽ പോയ സമയത്ത് മറ്റേ ഡബിൾ ഡക്കർ പബ്ലിക് ബോട്ടാണ് എടുത്തെങ്കിൽ ഇപ്രാവശ്യം ഞങ്ങൾ പ്രൈവറ്റ് ബോട്ടാണ് എടുത്തിരിക്കുന്നത് ഗൈസ്. പിന്നെ കയറുന്ന സമയത്ത് ഞങ്ങളോട് ഷൂ ഊരിയിട്ട് കയറാൻ പറഞ്ഞിരുന്നു, എന്നിട്ട് ഇട്ടോളാൻ പറഞ്ഞിരുന്നു. പിന്നെ എൻ്റെ അച്ഛൻ ഷൂ ഒന്നുമല്ല ചെരുപ്പാണ് ഇട്ടത്. തണുപ്പൊന്നും ഇല്ല എന്നാണ് അച്ഛൻ പറയുന്നത്. എല്ലാ ബോട്ട് തുഴയുന്ന ആൾക്കാരും ബോട്ട് ഇങ്ങനെ കയറൊക്കെ വിട്ട് മുന്നോട്ടേക്ക് തുഴയുന്ന സമയത്ത് ബോലോ ഗംഗ മയ്യാക്കി ജയ് എന്ന് പറഞ്ഞിട്ടാണ് തുഴയാൻ തുടങ്ങുന്നത്. ബോട്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇത്തിരി തണുത്ത കാറ്റും അടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൂക്കിന്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വെള്ളം നല്ല തണുത്തതായത് കൊണ്ടും ബോട്ടിന്റെ ഇപ്പുറത്തെ സൈഡ്, അതായത് തുഴയുന്ന മാമൻ ഇരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിലിരിക്കുന്ന 3 ആൾക്കാർക്കും നീന്താൻ അറിയാത്തത് കൊണ്ടും ലൈഫ് ജാക്കറ്റ് ഉണ്ടെങ്കിലും തണുത്ത വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ഫ്രീസ് ആവുന്നത് കൊണ്ടും വലിയ അനക്കമില്ലാതെ പറ്റുന്ന പോലെ കുറച്ച് വീഡിയോ ഫോട്ടോ എടുത്താൽ മതി എന്ന് തീരുമാനിച്ചു. പക്ഷേ എന്റെ കയ്യിലിരിപ്പ് എന്നെ അടങ്ങിയിരിക്കാൻ വിടുന്നില്ല. सरस्वती माता गुप्त मई, इधर से यमुना माता, उधर से गंगा माता, सरस्वती गुप्त माता। ट्रेन मिलने के बाद सीधे यहाँ से काशी माता, दोनों का मिलन हो गया संगम. ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ബോട്ട് മാമൻ പറഞ്ഞു ദോനോ കാ മിലൻ ഹോ ഗയാ സംഗം. അപ്പം ഞാൻ വിചാരിച്ചു തീർന്നോ, കാണിക്കുന്നില്ലേ എന്നൊക്കെ. പിന്നെ ഞാൻ മനസ്സിലായത് അത് വെറും ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. നമ്മളെ പോയി കാണാൻ പോകുന്ന കാര്യം എന്താണെന്ന് അവിടെ എത്തുന്നതിന്റെ മുന്നേ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു തന്നതായിരുന്നു. പിന്നെ ഞങ്ങൾ 3 നാളെയും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ ഫെയിൽഡ് അറ്റംപ്റ്റ്സ് നടത്തി. ഒന്നും നടക്കാത്തതിനാൽ ഇതൊക്കെ തന്നെ നിങ്ങൾ കാണേണ്ടി വരും. പിന്നെ ഞാൻ ഷൂവിൽ ക്യാമറ വെച്ച് എടുക്കാൻ പറ്റൂ എന്നൊന്ന് ശ്രമിച്ചു, പക്ഷെ അവിടെയും നിൽക്കുന്നില്ല. പിന്നെ ഇതൊന്നും നടക്കൂല എന്നറിയുന്നതുകൊണ്ട് അച്ഛനും അമ്മയും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ വ്യൂ ആസ്വദിക്കായിരുന്നു. लेके चढ़ा कर ₹100 श्रृंगार मिलेगा, दक्षिणा जो तुम्हारा प्रेम हो ब्राह्मण को गंगा. ഇപ്പം ഞങ്ങൾക്ക് പറഞ്ഞെന്താന്ന് വെച്ചാൽ ദൂരെ കണ്ട ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്. അവിടെ കുറെ പൂജാരികളും ഉണ്ട്. അവിടെ നമുക്ക് പോയിട്ട് വേണമെങ്കിൽ വെള്ളത്തിൽ മുങ്ങി പൂജയൊക്കെ ചെയ്യാം. പൂജന സാധനങ്ങൾക്കൊക്കെ 100 രൂപയാണ്. പിന്നെ നമുക്ക് ആ പൂജാരിക്ക് ഒരു ദക്ഷിണ പോലെയും കൊടുക്കാം. പക്ഷെ ഞങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല. ഇത്രയും തണുത്ത വെള്ളത്തിൽ മുങ്ങാനുള്ള വിൽ പവർ ഞങ്ങൾക്ക് ആയിരിക്കില്ല. സോ ഞങ്ങൾ ജസ്റ്റ് അവിടെ പോയി ത്രിവേണി സംഘം കണ്ട് തിരിച്ചു വരുന്നു. പിന്നെ നിങ്ങൾ ഇപ്പോഴേ നോട്ടീസ് ചെയ്തോ, ഈ വെള്ളം ഇത്തിരിയും കൂടെ പച്ച ആൻഡ് കാം ആയിട്ടുള്ള വെള്ളമല്ലേ. ഇനി ഗംഗയിലോട്ട് എത്തുമ്പോൾ ഇത്തിരിയും കൂടെ കൂടുതൽ വേവ്സും പിന്നെ കലങ്ങിയ വെള്ളമായിരിക്കും. ഞാൻ എന്നാൽ പറ്റുന്ന രീതിയിൽ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ നടക്കാത്തോണ്ട് അച്ഛൻ എടുത്തരാന്ന് പറഞ്ഞു. A few moments later. അതും നടക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അച്ഛൻ തന്നെ ക്യാമറ തിരിച്ചു തന്നു. ബൈ ദ വേ നമ്മളെ മെയിൻ സ്ഥലം, അതായത് ത്രിവേണി സംഗമിൽ എത്താനായി. ഹരാ ഗംഗ. जमुना माता. अच्छा. ओके. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇപ്പുറത്തെ സൈഡ് കണ്ടോ കൂടുതൽ വേവ്സും പിന്നെ ഒരു ഗ്രീൻ ടു ബ്രൗൺ ഷെയ്ഡുള്ള വെള്ളമാണ്. അപ്പുറത്തെ സൈഡ് ഇത്തിരിയും കൂടെ കാമും പിന്നെ ബ്ലൂ ടോണുള്ള വെള്ളമാണ്. പിന്നെ ഇവിടെ ഫോഗ് ഉള്ളതുകൊണ്ടാട്ടോ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്ത. അവിടെ ഇങ്ങനെ അപ്പുറത്തോട്ട് ഗ്രീനും ഇങ്ങോട്ട് ബ്രൗണും ഒരു
കളർ ചേഞ്ച് ഉണ്ട്. ഇത് ഗംഗ, അത് യമുന. ഓക്കെ അല്ലേ കാക്കെ? ഈ ട്രാവൽ ഇവിടെ തീരുന്നില്ല, പക്ഷെ വീഡിയോ പിന്നെയും ലെങ്ത് ആയി പോയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. ഇനി ഇവിടുന്ന് തിരിച്ചുള്ള ട്രാവൽ ഞാൻ വേറൊരു വീഡിയോ ആക്കി ഇടാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇൻഫോർമേറ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒന്നും വിട്ടോണ്ട. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.